ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എളിയ വന്ദനം. കർത്താവിന് സ്തോത്രം. നാളുകളായി മുടങ്ങാതെ ഈ വചനം കേൾക്കുന്ന പലരുമുണ്ട്. നിങ്ങളിൽ പലരും നേരിട്ട് എന്നെ വിളിക്കാറുണ്ട്, നിങ്ങൾ പ്രോത്സാഹനം തരാറുണ്ട്. ഈ വചന ശുശ്രൂഷയിൽ നിരന്തരം പങ്കെടുക്കുന്നവരുണ്ട്. ഈ വചനം കേൾക്കാൻ വേണ്ടി രാവിലെ 5:30 എഴുന്നേറ്റ് കാത്തിരിക്കുന്നവരുണ്ടെന്ന് പറയുന്നവരുണ്ട്. ഒരു ദിവസം തന്നെ പലവട്ടം ഈ വചനം കേട്ടു എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നവരുണ്ട്. എല്ലാം കർത്താവിൻ്റെ കൃപ. ഒന്നും നമ്മുടെ സ്വന്തമല്ലല്ലോ. വചനം പറയുന്ന എൻ്റെ സ്വന്തമല്ല ഞാൻ ഈ പറയുന്ന വാക്കുകൾ, വചനങ്ങൾ. അത് കർത്താവിൻ്റേതാണ്, അത് കർത്താവിൻ്റെ വചനമാണ്. ഞാൻ എൻ്റെ യേശുവിൻ്റേതാണ്. യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തതാണ് ഞാൻ എൻ്റെ 19-ാമത്തെ വയസ്സിൽ. അന്ന് മുതൽ ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ തിരുവചനം കർത്താവിൻ്റേതാണ്. സ്തോത്രം. കർത്താവ് തന്ന ശബ്ദമാണ്, കർത്താവ് തരുന്ന ആലോചനകളാണ്. അല്ലാതെ എനിക്ക് സ്വന്തമായി ഒന്നും പറയാൻ അറിയില്ല. ഞാൻ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്നവരെയും മനുഷ്യരുടെ മുഖത്ത് നോക്കുവാൻ പോലും കഴിയാതെ അത്രമാത്രം അപകർഷതാബോധത്താൽ ബാധിക്കപ്പെട്ടവനായി തലമുപ്പിട്ട് നടന്നവനായിരുന്നു. എന്നാൽ 19-ാമത്തെ വയസ്സിൽ അഖിലാണ്ടത്തിൻ്റെ ഉടയവനും എൻ്റെ സൃഷ്ടാവും എനിക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന എൻ്റെ യേശു എൻ്റെ ഹൃദയത്തിൽ വന്നു. എൻ്റെ ജീവിതം കർത്താവ് മാറ്റി. എനിക്ക് ധൈര്യം തന്നു. എത്രമാത്രം ആളുകളുണ്ടെങ്കിലും ഒട്ടും ഒരു സ്റ്റേജ് ഫിയർ ഇല്ലാതെ, ഒരു ഭാരമില്ലാതെ, ഭയപ്പാടില്ലാതെ കർത്താവിനെ സാക്ഷിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാനീ പറയുന്നത് എൻ്റെ സ്വന്തമല്ല പ്രിയരെ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ടാണ് ഓരോ ശുശ്രൂഷയ്ക്കും എഴുന്നേറ്റ് നിൽക്കുന്നത്. ഈ വചനം കർത്താവിൻ്റേതാണ്, ഞാൻ കർത്താവിൻ്റേതാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും കർത്താവിൻ്റേതാണ്. പിന്നെ നമുക്കെന്തുണ്ട്? നമുക്ക് യേശു ഉണ്ട്. നമുക്ക് അഭിമാനിക്കാൻ ഒന്നേ ഉള്ളൂ, ഒന്നേ ഉണ്ടാകാവൂ, യേശു മാത്രം. നമുക്ക് അഭിമാന വിഷയങ്ങൾ പലതും ഉണ്ടെങ്കിലും ഏറ്റവും അഭിമാനിക്കാനുള്ള വിഷയം യേശു ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിന്ന് സന്തോഷത്തോടെ ഓർക്കട്ടെ, ഞാനിന്ന് ഒരു മകനാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാനൊരു മകനാണ്. എൻ്റെ ഭാര്യയുണ്ട്. ഞാനൊരു ഭർത്താവാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ 3 കുഞ്ഞുങ്ങളുടെ അപ്പനാണ്. ഞാൻ 2 സഹോദരങ്ങളുടെ 3-ാമത്തെ സഹോദരനാണ്. അങ്ങനെ നോക്കിയാൽ ഞാനൊരു കമ്പനിയുടെ എംപ്ലോയിയാണ്. അങ്ങനെ നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടാകാം. പക്ഷേ ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും അഭിമാനിക്കാനുള്ളത് എൻ്റെ യേശുവാണ്. ഹല്ലേലൂയ. യേശു തന്ന രക്ഷ, യേശു തന്ന വീണ്ടെടുപ്പ്, യേശു തന്ന നിത്യജീവൻ്റെ അവകാശം, ആ ഉറപ്പും സമാധാനവും എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ സന്തോഷവാനായി ജീവിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഞാൻ ടെൻഷൻ അടിച്ചല്ല എൻ്റെ ജീവിതം കഴിയുന്നത്. ടെൻഷൻ അടിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ട്, പലതും ഉണ്ട്. പക്ഷേ ഞാൻ ടെൻഷൻ അടിച്ചോ, ആകുലപ്പെട്ടോ, സങ്കടപ്പെട്ടോ, നിരാശപ്പെട്ടോ അല്ല ജീവിക്കുന്നത്. അതിന് മറ്റൊന്നുമല്ല കാരണം, എനിക്ക് യേശു ഉണ്ട്. ഹല്ലേലൂയ. എനിക്ക് യേശുണ്ട്. ഈ മരുവിൽ എല്ലാമായി എന്നും എന്നെ അരികിൽ. രോഗമുണ്ടോ? അതിന് പരിഹാരകനായി യേശുണ്ട്. കടബാധ്യതയുണ്ടോ? സർവ്വസമ്പന്നനായ യേശു കൂടെയുണ്ട്. എതിർപ്പുകളുണ്ടോ? ചേർത്ത് പിടിക്കുന്നൊരു യേശുവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടോ? സാരമില്ല, എല്ലാം നന്നായി അറിയാവുന്ന യേശുവുണ്ട്. യേശു എല്ലാത്തിൻ്റെയും മുന്നിൽ യേശു. യേശുവിനോടുള്ള സ്നേഹം. ഞങ്ങൾ ഈ ശുശ്രൂഷ പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രി എന്ന പേരിൽ, അതിൻ്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ കേന്ദ്രമായി ഈ ശുശ്രൂഷ നടത്തുന്നത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദന, കർത്താവിൻ്റെ വേദന. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം ബോധപ്പെടട്ടെ. ഞങ്ങൾ കുടുംബമായി എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാണ്. 4 തലമുറകൾ. എൻ്റെ മാതാപിതാക്കളും ഞങ്ങളും, ഞങ്ങളുടെ മക്കളും, മക്കളുടെ മോനും, മകൻ്റെ മോനും, ഞങ്ങളങ്ങനെ 4 തലമുറകൾ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാണ്. കർത്താവിന് സ്തോത്രം. 2.5 വയസ്സുള്ള ഞങ്ങളുടെ കൊച്ചുമോൻ ഞങ്ങളുടെ ഫെലോഷിപ്പിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും പാട്ടുകളും പാടുമ്പോൾ അവൻ ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ അവനും പാടാൻ പരിശ്രമിക്കാറുണ്ട്. കർത്താവിന് സ്റ്റേജിൽ കയറാറില്ല, പക്ഷേ അവനും പാടണമെന്നും ആരാധിക്കണമെന്നും കർത്താവിനെ സ്തുതിക്കണമെന്നുള്ളതായ അവൻ്റെ പ്രകൃതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് 86 വയസ്സുള്ള 87 വയസ്സുള്ള എൻ്റെ പിതാവും, അങ്ങനെ 2.5 വയസ്സുള്ള ഞങ്ങളുടെ കൊച്ചുമോനും, അതിൻ്റെ ഇടയിൽ ഞങ്ങളും ഞങ്ങളുടെ മക്കളും, അങ്ങനെ 4 തലമുറകൾ ചേർന്ന് നടത്തുന്നു ഈ പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ശുശ്രൂഷകൾ. ഞങ്ങൾ മാത്രമല്ല, വേറെയും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരും ദൈവദാസിമാരും ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ട്. യൗവനക്കാരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. കർത്താവിന് സ്തോത്രം. ആളുടെ പെരുപ്പമൊന്നുമല്ല ഞാൻ പറയുന്നത്. അതൊക്കെ എന്തൊരു ചെറിയ കാര്യം.
കർത്താവിന് സ്തോത്രം. ഹൃദയത്തിൽ കർത്താവ് തന്ന ചില കാഴ്ചപ്പാടുകളാണ് ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് പങ്കുവയ്ക്കുന്നത്. ഒരു മീറ്റിങ്ങിൽ 1,00,000 പേര് വന്നു, ദൈവവചനം കേട്ടു എന്ന് വിചാരിക്കുക. അതിൽ 5 പേര് മാനസാന്തരപ്പെട്ടു. എന്നാൽ ഒരു 50 പേരുള്ള മീറ്റിങ്ങിൽ അവിടെ 25 പേര് മാനസാന്തരപ്പെട്ടു. ഏതാണ് സ്വർഗം സന്തോഷിക്കുന്നത്? ആ 50 പേരിലെ യോഗത്തിലാണ് കർത്താവ് സന്തോഷിക്കുന്നത്. കാരണം എന്താണ്? മാനസാന്തരപ്പെട്ടു. മാനസാന്തരം നടക്കുക എന്നുള്ളതാണ് ഓരോ ശുശ്രൂഷയിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതൊരു തുടക്കമാണ് മാനസാന്തരം. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് ഉള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. നല്ല വചനം, അധികം സന്തോഷമുണ്ടാകും. സ്വർഗത്തെ അധികം സന്തോഷിപ്പിക്കുന്നതാണ് ഈ മാനസാന്തരം. അതുകൊണ്ട് ഞങ്ങൾ എളിയവരായി ഞങ്ങൾ പറയുന്ന ഈ വചന ശുശ്രൂഷകളിൽ ഞാനും എൻ്റെ പ്രിയ ഭാര്യയുമാണ് പ്രധാനമായും ഈ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ഈ ഫോർ മൈ ജീസസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പ്രസംഗിക്കുന്നത്. ഇനിയുമുണ്ട് ദൈവമക്കൾ. നിങ്ങൾക്ക് തുറന്നുള്ള സമയങ്ങളിൽ നല്ല അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കാം, തിരുവചന ശുശ്രൂഷകൾ മറ്റ് ദൈവമക്കളിൽ നിന്നും കേൾക്കാം, നല്ല ഗാനങ്ങൾ കേൾക്കാം. കർത്താവിന് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയും കർത്താവിനെ ഉയർത്തുക, എങ്ങനെയും യേശുക്രിസ്തുവിനെ ജനത്തിന്റെ മധ്യത്തിൽ ഉയർത്തിക്കാട്ടുക. യേശു ക്രൂശിച്ചൊഴിഞ്ഞ തിരുരക്തത്തിന്റെ വില എന്തെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക. യേശു ജീവിതത്തിൽ വന്നപ്പോൾ ജീവിതം എങ്ങനെ മാറി, യേശുവൻ ജീവിതത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ, എന്ത് മോദം വന്നു എന്നിൽ എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ ജീവിതം തുറന്നു കാണിക്കുക. ഞങ്ങളൊന്നും മറച്ചു വയ്ക്കുന്നില്ല, മറച്ചു വയ്ക്കുകയുമില്ല. വളരെ ട്രാൻസ്പെറൻ്റാണ് ഞങ്ങളുടെ ജീവിതം. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കൊരിക്കൽ മൂവാറ്റുപുഴയിലുള്ളതായ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ വന്നാൽ അവിടെ കാണാം. അവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ല, അവിടെ സ്ഥാനമാനങ്ങളൊന്നുമില്ല. എല്ലാവരും ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്നു. എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്ന്. എല്ലാവരും തിരുരക്തത്തിൻ്റെ ബന്ധത്താൽ, തിരുരക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട് തിരുരക്തത്തിൻ്റെ ആ ബന്ധത്താൽ യോജിപ്പിക്കപ്പെട്ടവരാണ്. കർത്താവിന് എല്ലാവരും കർത്താവിൻ്റെ മക്കൾ. പിന്നെ ശുശ്രൂഷയോ അത് കർത്താവ് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നു. അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നു. ഒരുപക്ഷെ തറ തുടയ്ക്കാനുള്ള ശുശ്രൂഷയായിരിക്കും, അത് നന്നായി ചെയ്യുന്നു. വചനം പറയാനുള്ള ശുശ്രൂഷയായിരിക്കും, അത് നന്നായി ചെയ്യുന്നു. എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിനുള്ള ശുശ്രൂഷ. കർത്താവ് വലിയ കാഴ്ചപ്പാടുകൾ കൃപയാൽ ഞങ്ങൾക്ക് തന്നു. കർത്താവിന് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാം ക്രിസ്തു യേശുവിൽ ഒന്ന്. അവിടെ സഭാഭേദമില്ല പ്രിയരെ, അവിടെ കക്ഷി പരിഗണനകളില്ല, അവിടെ സഭയുടെ അതിർവരമ്പുകളില്ല. കർത്താവിന് സ്തോത്രം. ഞാൻ ഇന്ന സഭയിൽ, നീ ഇന്ന സഭയിൽ, അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തരെന്നല്ല. നമ്മൾ രണ്ടുപേരും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. അതുകൊണ്ട് നമ്മൾ ക്രിസ്തു യേശുവിൽ ഒന്ന് എന്ന ചിന്താഗതി. കർത്താവിന് സ്തോത്രം. അമേരിക്കക്കാരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ ഓസ്ട്രേലിയക്കാരനെന്നോ ഇന്ത്യക്കാരനെന്നോ വ്യത്യാസമില്ല. ഈ ലോകത്തിൻ്റെ എവിടെയെങ്കിലും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരെല്ലാം യേശുവിൻ്റെ മക്കളാണ്. സ്തോത്രം. ദൈവവേലക്കാർ തമ്മിൽ വ്യത്യാസമില്ല. ചെല്ല് പ്രസംഗിക്കുമ്പോൾ 1000 മാനസാന്തരപ്പെടും. അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 മാനസാന്തരപ്പെട്ടു. എന്നാൽ ഫിലിപ്പോസ് കർത്താവിന് സ്തോത്രം ഒരു ഷണ്ണനോട് പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം ആ ഷണ്ണൻ മാനസാന്തരപ്പെട്ടു, ഒരു മന്ത്രി മാനസാന്തരപ്പെട്ടു. കർത്താവിന് സ്തോത്രം. ഫിലിപ്പോസിന്റെ കയ്യാൽ ശമരിയിൽ വലിയ അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടന്നു. ശമരിയിലുള്ളവർ മുഴുവൻ വിശ്വസിക്കാനിടയായി. അങ്ങനെ ഓരോരുത്തരിലൂടെ ശുശ്രൂഷകൾ നടന്നു. യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിന് സ്തോത്രം സ്വാഭാവികരണം ഭരിച്ച ഒരേ ഒരു അപ്പോസ്തലൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ കർത്താവ് അന്നേരം പോലെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതി, വെളിപ്പാട് പുസ്തകം എഴുതി. സ്വർഗീയ ദർശനങ്ങൾ കണ്ടു. ആ പത്മോസിൻ്റെ ഏകാന്തത നിറഞ്ഞ ദ്വീപിൽ ഏകനായിരിക്കുമ്പോൾ യേശുക്രിസ്തു പ്രത്യക്ഷനായി. ഹല്ലേലൂയ. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. അങ്ങ് പൊക്കിക്കൊണ്ടുപോയി. ആത്മാവിൽ കൊണ്ടുപോയി സ്വർഗീയ ദർശനങ്ങൾ കാണിച്ചു, രേഖപ്പെടുത്താൻ പറഞ്ഞു. അതാണ് വെളിപ്പാട് പുസ്തകം. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയ ദൈവ ജനമേ, നാം എല്ലാവരും ചേരുമ്പോഴാണ് കർത്താവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാകുന്നത്. ഞാൻ ഒരാൾ മതിയെന്ന് ആരും ചിന്തിക്കരുത്. എൻ്റെ സഭയിലെ ഏറ്റവും വലിയ ആൾ ഞാനാണ്, അതുകൊണ്ട് ഞാനാണ് എല്ലാത്തിനും വലിയവനെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാവരും വേണം. തറ തൂക്കുന്ന ആൾ മുതൽ, അവിടെ ഒരു ചായ ഉണ്ടാക്കുന്ന ആൾ മുതൽ, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ മുതൽ, ഒരു കസര ഇടുന്ന ആൾ മുതൽ, അങ്ങനെ എന്തെല്ലാം ശുശ്രൂഷകളാണ് ഒരു സഭയിലുള്ളത്. കർത്താവിന് സ്തോത്രം. എല്ലാ ശുശ്രൂഷയും ശ്രേഷ്ഠമാണെന്ന് ഞാൻ എണ്ണുന്നു. ഞാൻ ഇടയ്ക്ക് സ്റ്റേജിൽ കയറി വചനം പറയും. ഇടയ്ക്ക് ആവശ്യം വന്നാൽ ഞാൻ തറ തുടയ്ക്കാനും പോകാറുണ്ട്. അത് പ്രിയപ്പെട്ടവർ കുറഞ്ഞ ശുശ്രൂഷയായി ഞാൻ കാണാറില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം കർത്താവ് തരുന്നത്. എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ നാം തയ്യാറായിക്കൊള്ളുക. ഞാൻ ദൈവമക്കളോട് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ നമുക്കൊരു ആയുസ് തന്നു. ആ ആയുസ് യേശുവിന് വേണ്ടി കൊടുക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിൻ്റെ മഹത്വത്തിനായി ജീവിക്കണം. ജസ്റ്റ് വൺ ലൈഫ്,
ഒരായുസേ ഉള്ളൂ, എനിക്കും നിങ്ങൾക്കും. നിങ്ങൾക്ക് 2 ആയുസില്ല. അമേരിക്കൻ പ്രസിഡന്റ് 2 ആയുസില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 2 ആയുസില്ല. 2 ആയുസില്ല. പാട്ടുകാരൻ പാടി, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. പിന്നെ എന്ത് ശങ്ക? മാറ്റമൊന്നുമില്ലതിൽ. നമുക്കും മാറ്റമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നാം എന്ത് ചെയ്യണം? ഈ നശ്വരമായ ലോകത്തിൽ, കർത്താവിന് സ്തോത്രം, നിലനിൽപ്പില്ലാത്ത ഈ ലോകത്തിൽ നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യണം. യേശു ക്രിസ്തുവിന് മഹത്വത്തിന് വേണ്ടി ജീവിതം കൊടുക്കണം. ഞാൻ പറഞ്ഞത്, രക്ഷ നാം സ്വന്തമാക്കണം. ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കവും ആദ്യത്തെ പടിയും ആണ് രക്ഷ. അത് മാത്രമാണ് രക്ഷ, അതാണ് രക്ഷ. കർത്താവിന് സ്തോത്രം. ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? അത് ചെറിയൊരു കാര്യമല്ല പ്രിയരെ, അതാണ് രക്ഷ. ആ രക്ഷയിലൂടെയാണ് നാം ദൈവിക രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, ദൈവിക സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, ദൈവകൃപയിലേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ? ഹല്ലേലൂയ. ചില പാരമ്പര്യത്തിലും ചില ആചാര അനുഷ്ഠാനങ്ങളിലും ചില കർമ്മങ്ങളിലും ചില കുടുംബങ്ങളിലും ചില സഭാ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്ന മാന്യ സഹോദര, പ്രിയ സഹോദരി, നീ രക്ഷിക്കപ്പെട്ടുവോ? രക്ഷിക്കപ്പെട്ടെങ്കിൽ എല്ലാം നഷ്ടമാണ് മോനെ. നീ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം പിടിച്ചടയ്ക്കെന്ന് നിനക്ക് തോന്നിയാലും നിന്റെ ജീവിതം നഷ്ടമാണ്. എന്നാൽ നഷ്ടപ്പെട്ട ജീവിതത്തിൽ ലാഭമാക്കി തരുന്നൊരു യേശുവുണ്ട്. അതിന് നാം എന്ത് ചെയ്യണം? യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കണം. അതല്ലേ ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? അത് സമ്പത്ത് നേടുന്നതല്ല, അത് വലിയ 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 ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതല്ല, വലിയ വലിയ ഉന്നതമായ കസേരകളിൽ ഇരിക്കുന്നതല്ല, ഭരണ നിയന്ത്രണത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രത്തിൽ കയറി ഇരിക്കുന്നതുമല്ല. എല്ലാം നല്ലത്, എല്ലാം ദൈവാനുഗ്രഹം. പക്ഷേ അതൊന്നുമല്ല ഏറ്റവും വലിയ അനുഗ്രഹം. യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുന്നു, യേശുവിന് വേണ്ടി ജീവിക്കുന്നു, യേശുവിൻ്റെ മുഖത്തുള്ള വേല ചെയ്യുന്നു, യേശുവിൻ്റെ രണ്ടാമത്തവന് വേണ്ടി നോക്കിപ്പാർത്തിരിക്കുന്നു, യേശുവിൻ്റെ രണ്ടാമത്തവന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്നു, ശുദ്ധീകരണം പ്രാപിക്കുന്നു, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമ്മെ തന്നെ താഴ്ത്തുന്നു. അതേ നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവം നമ്മെ വളർത്തും. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനാണ്, ഞാൻ വലിയ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വിശുദ്ധീകരണം നടക്കുകയില്ല. കർത്താവേ, ഞാനൊരു ശുദ്ധനായ ഒരു മനുഷ്യൻ. അന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചനം പറഞ്ഞുകൊണ്ടിരുന്ന, വെളിപ്പാടുകളും ദർശനങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകൻ വന്ന് ആദ്യത്തെ അധ്യായങ്ങളെല്ലാം എഴുതിയപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ പിന്നീട് വന്ന് 6-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനെന്ന് കണ്ടെത്തി. ഈ പ്രവചനം പറഞ്ഞത് ശുദ്ധിയില്ലാത്ത അധരം കൊണ്ടാണെന്ന് കണ്ടെത്താനിടയായി. ഞാൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ കുടിൽ കൊണ്ട് ഒരു തീക്കട്ട എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ നാവിനെ തൊടുവിച്ചു. ഇത് നിന്റെ നാവിനെ തൊട്ടതിനാൽ, നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നീ ശുദ്ധനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേ പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിലെ മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നാണ് ശുദ്ധീകരണം. ഹല്ലേലൂയ. സ്വഭാവം മാറുക, പ്രകൃതം മാറുക, അറ്റാച്ച്മെൻറ്റുകൾ മാറുക. പലതിനോടും, പണത്തോടും നമ്മോടും നമ്മുടെ സാഹചര്യങ്ങളോടുമുള്ളതായി അറ്റാച്ച്മെൻറ്റുകൾ മാറി ഈ ലോകത്തിൽ നിന്ന് ഡിറ്റാച്ചഡായി, ഹൃദയം കൊണ്ട് ഡിറ്റാച്ചഡായി. ഞാൻ പറയുന്നത് ഈ ഭൂമിയിലെ മനുഷ്യനോട് മിണ്ടണമെന്നല്ല, അതല്ല വേർപാട്. ഞാനത് വേറൊരു വിഷയമായതുകൊണ്ട് പിന്നീട് പറഞ്ഞുകൊള്ളാം. എൻ്റെ പ്രിയരെ, യേശുവിനെ സ്നേഹിക്കുക, യേശുവിന് വേണ്ടി ജീവിക്കുക, യേശുവിൻ്റെ വേല ചെയ്യുക. അതിനായി നമുക്കൊന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആരെല്ലാം സമർപ്പിക്കും? ഇതുവരെ യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? കൊടുക്കൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം. ഒരിക്കൽ ജീവിതം കൊടുത്തു തിരിച്ചെടുത്തവരാരെങ്കിലും ഉണ്ടോ? പിന്മാറിപ്പോയവരുണ്ടോ? നിങ്ങൾ വരൂ, നിങ്ങളെ കാത്തിരിക്കുന്നൊരു യേശുവുണ്ട്. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്താൽ യേശു 2 കൈ നീട്ടി വാങ്ങും. യേശുവിന് പരിഭവമില്ല. നീ പോയവനല്ലേ, നീ ഇന്നത് ചെയ്തവനല്ലേ എന്ന് യേശു നോക്കുകയില്ല. മോനെ, നിന്നെ കാത്തിരിക്കുന്നൊരു യേശുവുണ്ട്. മകളെ, നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യേശുവുണ്ട്. യേശുവിൻ്റെ അരികിലേക്ക് ഓടി വരൂ, യേശുവിൻ്റെ പാദത്തിൽ വീഴൂ, യേശുവിനോട് വാക്ക് പറയൂ, നാഥ, ഞാൻ ഇന്നു മുതൽ നിനക്കായി ജീവിക്കും. എനിക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന യേശുവേ, ഇന്നു മുതൽ ഞാൻ അങ്ങേക്കായി ജീവിക്കും, അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കും, അങ്ങയുടെ വേലയ്ക്കായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ഉള്ളിൽ വലിയൊരു സ്വർഗീയ സമാധാനമെന്ന് നിറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം ജീവിതം കർത്താവിന് കൊടുക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സന്ദർശിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകരട്ടെ. നാഥാ, ഇന്ന് അവിടുത്തേക്ക് വേണ്ടി ജീവിതം വേർതിരിച്ച അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കണം. അവിടുത്തെ ആണിപ്പഴുതുള്ള കരം വെച്ച് ഈ പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും വാത്സല്യിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുന്നേരങ്ങളിലെല്ലാം ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
ഞാൻ ഇന്ന് വചനം പറഞ്ഞില്ല, ചില കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. തുടർന്നുള്ള ദിവസം നമുക്ക് വചനത്തിൽ കേന്ദ്രീകരിച്ച് സംസാരിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയർ ടീമുമായി നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരമുണ്ട്. അതിനായി നിങ്ങൾ വിളിക്കുക, ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.